പ്രിയമുള്ള മുസ്ലിം സഹോദരങ്ങളെ, കോട്ടയം ജില്ലയിൽ താമസിക്കുന്ന ഒരു ക്രൈസ്തവ സമൂഹത്തിന്റെ ശബ്ദമാണിത്. ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള ചില കാര്യങ്ങൾ സ്നേഹത്തോടെ പങ്കുവയ്ക്കട്ടെ. പലതും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായി. പക്ഷേ ഇനിയും ഞങ്ങൾ പ്രതികരിച്ചില്ല എങ്കിൽ അത് ഞങ്ങളുടെ മനസ്സാക്ഷിയോട് തന്നെ ചെയ്യുന്ന വലിയ തെറ്റാണ്. ലോകത്തിന് സഹിഷ്ണുത എന്ത് എന്ന് പഠിപ്പിച്ചു കൊടുത്ത മതമാണ് ഹിന്ദുമതം. നിരവധി തത്വജ്ഞാനങ്ങളും ഇതിഹാസങ്ങളും പൊരുളുകളും നിറഞ്ഞ ഹിന്ദുമതം ഒരു മഹാസമുദ്രം പോലെയാണ്. ഹിന്ദുമതത്തെ ഒരു ആയുഷ്കാലം കൊണ്ട് പഠിച്ചു തീർക്കുക എന്നത് മനുഷ്യന് അസാധ്യമാണ്. ഈ മഹത്തായ ഒരു മതത്തെ കരിവാരിത്തേക്കുക എന്ന പ്രവൃത്തിയാണ് സംഘപരിവാർ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഴയ സംസ്കാരത്തിലേക്ക് പോകുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിൽ എന്താണ് പ്രശ്നം? സന്തോഷ് ജോർജ് കുളങ്ങര ഒരിക്കൽ പറഞ്ഞ കാര്യമാണിത്. പള്ളി പൊളിച്ച് അതിനു മുകളിൽ അമ്പലം പണിയുക മാത്രമല്ല, അവരുടെ വീടുകൾ ബുൾഡോസറുകൾ കയറ്റി പൊളിക്കുകയും അവരുടെ കടകൾക്ക് നേരെ കല്ലെറിയുകയും വേണമല്ലേ? സത്യത്തിൽ എന്താണ് സംഘികരുടെ പ്രശ്നം? അസൂയ എന്ന ഒറ്റ വാക്കിട്ട് വിളിക്കാം അതിനെ. കാരണം ഇസ്ലാം വേറിട്ട ഒരു മതമാണ്. ഇസ്ലാമിൽ എല്ലാവരും തുല്യരാണ്. അവിടെ രാജാവെന്നോ ദരിദ്രനെന്നോ വേർതിരിവില്ല. വ്യക്തമായ ഡിസിപ്ലിൻ ഉള്ള മതമാണ് ഇസ്ലാം. അവർ ഏകനായ ദൈവത്തെ ആരാധിക്കുന്നു. അതിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഇതൊക്കെ കാണുമ്പോൾ മുസ്ലിങ്ങൾ അല്ലാത്തവർക്ക് പോലും ഇസ്ലാമിനോട് ബഹുമാനം തോന്നും. സംഘികൾക്ക് അസൂയയും. മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഈ പ്രതിസന്ധികൾക്കിടയിലും മുസ്ലിങ്ങൾ തളരാതെ പിടിച്ചു നിൽക്കുന്നുണ്ട് എന്നത് ഞങ്ങൾ ക്രിസ്ത്യാനികൾക്കും ഒരു മാതൃകയാണ്. ആരംഭകാലത്ത് ഇസ്ലാം നേരിട്ടതിന്റെ പകുതി ബുദ്ധിമുട്ട് പോലും ഇപ്പോൾ നേരിടുന്നില്ല എന്നതാണ് വാസ്തവം. ഒരു വശത്ത് റോമൻ സാമ്രാജ്യം, മറുവശത്ത് പേർഷ്യൻ സാമ്രാജ്യവും. 6ാം നൂറ്റാണ്ടിൽ അറേബ്യയിൽ പുതുതായി ഉടലെടുത്ത മതത്തെ ആക്രമിക്കുന്നു. ഇതു കണ്ടുനിന്നവരെല്ലാം പറഞ്ഞു, ഈ മതത്തിന്റെ കഥ കഴിഞ്ഞു, എവിടെ നിങ്ങളുടെ ദൈവം അല്ലാഹു എന്നൊക്കെ. പരിഹാസവാക്കുകളെല്ലാം ശ്രദ്ധിക്കാതെ അവർ പോരാടി. ആദ്യം ഇറാഖ് കീഴടക്കി, പിന്നെ പേർഷ്യ, ശേഷം ഈജിപ്ത്, പിന്നീട് കോൺസ്റ്റാന്റിനോപ്പിൾ. അങ്ങ് പോർച്ചുഗൽ മുതൽ ഇങ്ങ് ബംഗ്ലാദേശ് വരെയുള്ള പ്രദേശങ്ങൾ മുസ്ലിം ആധിപത്യത്തിന് കീഴിലായി. ഇന്ന് ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന മതം ഇസ്ലാമാണ്. 2070ഓടെ ലോകത്തിലെ ഏറ്റവും വലിയ മതമായി ഇസ്ലാം മാറും. ലണ്ടന്റെ പുതിയ മേയർ ഒരു മുസ്ലിമാണ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇസ്ലാമിന്റെ വളർച്ചയുടെ വേഗത നമുക്ക് മനസ്സിലാക്കാം. അലക്സാണ്ടർ ലോകം ഭരിച്ചു 10 വർഷം. പേർഷ്യക്കാർ ലോകം ഭരിച്ചു 100 വർഷം. യൂറോപ്യന്മാർ ലോകം ഭരിച്ചു 400 വർഷം. എന്നാൽ മുസ്ലിങ്ങൾ ലോകം ഭരിച്ചത് നീണ്ട 900ഓളം വർഷമാണ്. AD 600കളിൽ അബ്ബാസിദ് ഖലീഫേറ്റിൽ തുടങ്ങി 1500കളിൽ ഓട്ടോമൻ സാമ്രാജ്യം വരെ മുസ്ലിം കേന്ദ്രീകൃത ലോകമായിരുന്നു. ലോകത്തിനു തന്നെ സുവർണ കാലഘട്ടമായിരുന്നു ഇത്. കല, ശാസ്ത്രം, സാഹിത്യം തുടങ്ങിയ മേഖലകൾ വികസിച്ചു. ഏകദേശം 300ഓളം മുസ്ലിം ശാസ്ത്രജ്ഞന്മാർ ഈ കാലഘട്ടത്തിൽ ലോകത്ത് ഉദയം ചെയ്തു. 800 വർഷത്തോളം കാലം മുസ്ലിങ്ങൾ ഇന്ത്യ ഭരിച്ചു. അവർ വിചാരിച്ചിരുന്നെങ്കിൽ പുല്ലുപോലെ ഭൂരിപക്ഷ ജനതയെ മതം മാറ്റാമായിരുന്നു. അവർ മതം മാറ്റിയില്ല. അത് അവരുടെ മര്യാദ. ഇന്നും മുസ്ലിങ്ങൾ ഇന്ത്യയിൽ 14% മാത്രമേയുള്ളൂ. 200 വർഷത്തോളം ഓട്ടോമൻ സാമ്രാജ്യം ഗ്രീസ് ഭരിച്ചു. ഗ്രീസിൽ ഇന്നും 98% ക്രിസ്ത്യാനികൾ തന്നെയാണ്. കൂടാതെ സെർബിയ, ക്രൊയേഷ്യ, റൊമാനിയ തുടങ്ങിയവയും ഓട്ടോമാൻ ഭരിച്ചിട്ടും ഇന്നും ക്രിസ്ത്യൻ ഭൂരിപക്ഷമായി നിലനിൽക്കുന്ന രാജ്യങ്ങളാണ്. സംഘികളുടെ പ്രധാന ഡയലോഗാണ്, ഞങ്ങൾ ഇന്ത്യയിലേക്ക് വന്ന എല്ലാവരെയും സ്വീകരിച്ചു, എല്ലാ മതങ്ങളെയും സ്വീകരിച്ചു എന്നൊക്കെ. നാഴികയ്ക്ക് 40 വട്ടം തലമുറകളായി ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളോട് പാകിസ്ഥാനിലേക്ക് പോകാൻ പറയുന്ന കൂട്ടരാണ് ഇതൊക്കെ പറയുന്നത് എന്നോർക്കുമ്പോൾ ആണ് വിഷമം. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എവിടെ നിന്നെങ്കിലും വന്ന് കയറിയവരല്ല. ഇവിടെ തന്നെയുള്ളവരാണ് ഇസ്ലാം മതം സ്വീകരിച്ചത്. പുറത്തുനിന്ന് വന്ന് മതം സ്വീകരിച്ചു എന്നതിന്റെ പേരിലാണ് നിങ്ങൾ അവരോട് പുറത്തേക്ക് പോകണം എന്ന് പറയുന്നത്. ജീൻസ് കണ്ടുപിടിച്ചത് അമേരിക്കക്കാരാണ് എന്നു പറഞ്ഞ് ജീൻസ് ഇട്ട തങ്കപ്പൻ ചേട്ടനോട് ഇത് അമേരിക്കയുടെ വസ്ത്രമാണ്, അതുകൊണ്ട് അമേരിക്കയിലേക്ക് വിട്ടോ എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ചോദ്യം: നിങ്ങൾ 2002ൽ ഗുജറാത്തിൽ മുസ്ലിം വംശഹത്യ നടത്തിയില്ലേ? ഉത്തരം: അപ്പോൾ ഹിന്ദുക്കളെ ട്രെയിനിൽ തീ വെച്ച് കൊന്നതോ? വാട്ട് അബൌട്ട് ദിസ്? ചോദ്യം: നിങ്ങൾ മുസ്ലിങ്ങളെ തെരുവുകളിൽ വെച്ച് ആൾക്കൂട്ട കൊലപാതകം നടത്തുന്നില്ലേ? ഉത്തരം: അപ്പോൾ അവർ പശുവിനെ കടത്തുന്നതോ? വാട്ട് അബൌട്ട് ദിസ്?
ചോദ്യം: നിങ്ങൾ ക്രിസ്ത്യാനികളുടെ പള്ളികൾ പൊളിക്കുന്നില്ലേ? ഉത്തരം: അപ്പോൾ അവർ മതപരിവർത്തനം നടത്തുന്നതോ? വാട്ട് അബൌട്ട് ദിസ്? ഇങ്ങനെ എല്ലാത്തിനും ഇവർക്ക് ന്യായീകരണങ്ങളുണ്ട്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക: മനുഷ്യന്റെ കണ്ണുകളെ വെള്ളപൂശാൻ നിങ്ങൾക്കായേക്കും, എന്നാൽ ദൈവത്തിന്റെ കണ്ണുകളെ മറയ്ക്കാൻ നിങ്ങൾക്കാവില്ല. എല്ലാം ദൈവം കാണുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന തെറ്റിന് ദൈവം നിങ്ങളോട് കണക്ക് ചോദിക്കും. സംഘപരിവാരന് എന്തുകൊണ്ടാണ് ന്യൂനപക്ഷം എന്ന വാക്കിനോട് ഇത്രയധികം അസഹിഷ്ണുത എന്ന് മനസ്സിലാകുന്നില്ല. ന്യൂനപക്ഷം എല്ലാം തട്ടിക്കൊണ്ടുപോകുന്നു, ന്യൂനപക്ഷ പ്രീണനമാണ് ഇവിടെ എന്നൊക്കെ ഇവർ പറയാറുണ്ട്. ലോകത്ത് ക്രിസ്ത്യൻ ഭൂരിപക്ഷമായി 100-ലധികം രാജ്യങ്ങളും ഇസ്ലാമിക ഭൂരിപക്ഷമായി 57 രാജ്യങ്ങളുമുണ്ട്. അവിടെയും മനുഷ്യരൊക്കെ ജീവിക്കുന്നുണ്ട്. അവിടെയുമുണ്ട് ന്യൂനപക്ഷങ്ങൾ. ന്യൂനപക്ഷ അവകാശങ്ങൾ ഇന്ത്യയിൽ മാത്രമല്ല, എല്ലാ രാജ്യങ്ങളിലുമുണ്ട്. അതുകൊണ്ടാണല്ലോ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായും അമേരിക്കയുടെ വൈസ് പ്രസിഡന്റായും ഒരു ഹിന്ദു വന്നത്. അതുകൊണ്ട് ന്യൂനപക്ഷം എന്ന വാക്കിനോട് ഇത്രയധികം പുച്ഛത്തിന്റെ ആവശ്യമില്ല. അമേരിക്കയിലുമുണ്ട് ഇസ്ലാമിക വിരുദ്ധതയൊക്കെ. പക്ഷേ അതിനവിടെ ഒരു പരിധിയുണ്ട്. ഇവിടത്തെ പോലെ മുസ്ലിങ്ങളുടെ പള്ളി പൊളിക്കുക, വീടുകൾ ആക്രമിക്കുക, ആൾക്കൂട്ട കൊലപാതകം നടത്തുക, കലാപം നടത്തുക, ഇതൊന്നും അവിടെയില്ല. കാരണം അമേരിക്കയിലെ മുസ്ലിങ്ങൾ അമേരിക്കയുടെ ഭാഗം തന്നെയാണ് എന്ന് അവർ അംഗീകരിക്കുന്നു. അമേരിക്കയിൽ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും വലതുപക്ഷം എന്നതുണ്ട്. എന്നാൽ അവിടെയൊക്കെ മിതമായ രീതിയിലേ ഉള്ളൂ. ഇന്ത്യയിൽ നടക്കുന്ന അത്ര മുസ്ലിം വിദ്വേഷം സത്യത്തിൽ ലോകത്ത് വേറൊരു രാജ്യത്തും നടക്കുന്നില്ല എന്നതാണ് വാസ്തവം. മുസ്ലിം വിരുദ്ധതയ്ക്ക് പേരുകേട്ട അമേരിക്കയിൽ പോലും. സത്യത്തിൽ ഇന്ത്യ ഒരു മതേതര രാജ്യമാണ് എന്ന പറച്ചിൽ മാത്രമേയുള്ളൂ. നമ്മൾ മതരാജ്യക്കാരായ സൗദിയെയും ഖത്തറിനെയും ഒക്കെ കണ്ടുപഠിക്കണം. അവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയോ അവരുടെ മതങ്ങൾക്കെതിരെയോ ഒരു വാക്കെങ്കിലും മിണ്ടിയാൽ പിടിച്ചകത്താക്കും. ന്യൂനപക്ഷങ്ങൾക്ക് വളരെ സംരക്ഷണം നൽകുന്ന രാജ്യങ്ങളാണ് അവ, മതരാജ്യമായിട്ട് പോലും. അല്ലാതെ വർഗീയത പറയുന്നവരെ പിടിച്ച് പാർലമെന്റിൽ എത്തിക്കുന്ന സ്വഭാവം അവർക്കില്ല. ഒരിക്കൽ ഞാൻ സോഷ്യൽ മീഡിയയിലെ ഒരു വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റ് വായിക്കാനിടയായി. ആലിയ ഭട്ട് യഥാർത്ഥത്തിൽ മുസ്ലിമാണ്, ഹിന്ദുക്കളെ പറ്റിക്കാൻ വേണ്ടിയാണ് ഭട്ട് എന്ന പേര് ചേർത്തിരിക്കുന്നത് എന്ന്. മുസ്ലിം പേരോടുകൂടി ഒരാൾക്ക് ഇന്ത്യൻ സിനിമയിൽ അഭിനയിക്കാൻ പ്രയാസമാണ് എന്ന അവസ്ഥ നമ്മളൊക്കെ എത്ര ഇടുങ്ങിയ ചിന്താഗതിക്കാരാണ് എന്ന് തുറന്നു കാട്ടുന്നു. ഫഹദ് ഫാസിലിന് വാനോളം പ്രശംസ നേടിക്കൊടുത്ത തമിഴ് സിനിമയാണ് വിക്രം. ഈ സിനിമയിലെ അഭിനയത്തിന് ശേഷം മനോരമ ന്യൂസ് ഫഹദിനെ പറ്റി ഒരു ചെറിയ ഡോക്യുമെന്ററി വീഡിയോ പുറത്തിറക്കി. ആ വീഡിയോയുടെ അടിയിൽ ഒരു ഉത്തരേന്ത്യക്കാരൻ കമന്റ് ചെയ്തത് ഇങ്ങനെയാണ്: സ്റ്റോപ്പ് ദ ഇസ്ലാമൈസേഷൻ ഓഫ് മലയാളം സിനിമ എന്ന്. ഭാഗ്യം നമ്മുടെ മമ്മൂക്കയെ വെറുതെ വിട്ടു. ഉത്തരേന്ത്യയിൽ നിങ്ങൾ ഷാരൂഖ് ഖാന്റെയും സൽമാൻ ഖാന്റെയും നെഞ്ചത്ത് കയറുന്നത് പോലെ ഞങ്ങളുടെ മമ്മൂട്ടിയുടെ നെഞ്ചത്ത് കയറിയാൽ മലയാളികൾ അത് 2 കൈയും കെട്ടി നോക്കി നിന്നെന്ന് വരില്ല. മീരാകുമാരി എന്ന മുൻകാല ബോളിവുഡ് നടിയുടെ യഥാർത്ഥ പേര് മഹ്ജത് ബീൻ ബാനു എന്നായിരുന്നു. മുഹമ്മദ് യൂസഫ് ഖാന് ദിലീപ് കുമാർ എന്ന പേര് വച്ച് അഭിനയിക്കേണ്ടി വന്നു. അർജുൻ എന്ന പേരിലാണ് നടൻ ഫിറോസ് ഖാൻ അറിയപ്പെട്ടത്. സ്വന്തം പേര് മറച്ചുവെച്ചുകൊണ്ട് മറ്റൊരു നാമത്തിൽ ജീവിക്കേണ്ടി വന്ന ഹതഭാഗ്യവാന്മാരാണിവർ. മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായ രാജ്യങ്ങളിൽ അവർക്ക് സെക്യുലറിസം വേണം. എന്നാൽ ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ അവർ അതിനെ മതരാജ്യമാക്കി മാറ്റും എന്ന കാര്യം നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ട്. ഇവരുടെ വിചാരം പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും മാത്രമേ മുസ്ലിം ഭൂരിപക്ഷമുള്ളൂ എന്നാണ്. ലോകത്തിൽ 57 മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളുണ്ട് സുഹൃത്തുക്കളെ. ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യമായ ഇന്തോനേഷ്യ ഒരു സെക്യുലർ രാജ്യമാണ്. കൂടാതെ ഉസ്ബെക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, അൽബേനിയ, ബോസ്നിയ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ മുസ്ലിം ഭൂരിപക്ഷമായിട്ടും സെക്യുലറായിട്ടുള്ള രാജ്യങ്ങളാണ്. സത്യത്തിൽ പന്തുള്ളത് ഭൂരിപക്ഷത്തിന്റെ കോർട്ടിലാണ്. ഒരു രാജ്യത്തെ ന്യൂനപക്ഷങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് ഭൂരിപക്ഷത്തിന് തീരുമാനിക്കാം. ബ്രിട്ടനിലെ ഭൂരിപക്ഷം അവിടുത്തെ ന്യൂനപക്ഷമായ മുസ്ലിങ്ങളോട് ഏറ്റവും നല്ല രീതിയിലാണ് പെരുമാറുന്നത്. ഈജിപ്തിലെ മുസ്ലിങ്ങൾ അവിടുത്തെ 10% വരുന്ന കോപ്റ്റിക് ക്രിസ്ത്യൻസിനോട് നല്ല രീതിയിൽ പെരുമാറുന്നു. അമേരിക്കയിലെ ക്രിസ്ത്യാനികൾ അവിടുത്തെ ഹിന്ദുക്കളോട് നല്ല രീതിയിൽ പെരുമാറുന്നു. അമേരിക്കയിലെ 30% വരുന്ന മൾട്ടിനാഷണൽ കമ്പനികളുടെ CEO പോസ്റ്റിൽ ഇരിക്കുന്നത് ഇന്ത്യയിൽ നിന്നും കുടിയേറിയ ഹിന്ദുക്കളാണ്. അതായത് ബലഹീനരായിട്ടുള്ള ഒരു വിഭാഗത്തെ നമുക്ക് വേണമെങ്കിൽ പിടിച്ച് എഴുന്നേൽപ്പിക്കാം, അല്ലായെങ്കിൽ അവരെ കുഴിയിലേക്ക് തള്ളിയിടാം.
നമ്മുടെ സംസ്കാരമനുസരിച്ച് നമ്മൾ പെരുമാറും. ഒരു പൂച്ചക്കുട്ടിയെ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമുക്ക് വേണമെങ്കിൽ അതിനെ സ്നേഹിച്ചു വളർത്താം, അല്ലെങ്കിൽ ഞെരിച്ചു കൊല്ലാം. ബലവാൻ തീരുമാനിക്കുന്നതിനനുസരിച്ചായിരിക്കും കാര്യങ്ങൾ. ബലഹീനന് അവിടെ ഒരു റോളുമില്ല. 1936 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ശിവരാമൻ എന്ന 17 വയസ്സുകാരൻ ഉപ്പ് വാങ്ങാൻ ഒരു കടയിലെത്തി. ഉപ്പ് ചോദിച്ചപ്പോൾ ഉപ്പിന് പകരമായി കയ്യിൽ കിട്ടിയ വടിയെടുത്ത് കടയുടമ അയാളെ തലക്കടിച്ചു കൊന്നു. ഉപ്പ് വാങ്ങിക്കാനെത്തിയ ഈഴവനെ നായരായ കടയുടമ കൊന്നതിന്റെ കാരണം കേൾക്കണോ? പിന്നോക്ക ജാതിക്കാർക്ക് ഉപ്പ് എന്ന പദം ഉച്ചരിക്കാനുള്ള അവകാശമില്ലായിരുന്നു. ഉപ്പിനു പകരം പുളിച്ചാട് എന്ന വാക്കായിരുന്നു ഈഴവർ ഉപയോഗിക്കേണ്ടിയിരുന്നത്. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വെറും 11 വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണിത്. ഈ സംസ്കാരത്തിലേക്ക് തിരികെ പോകണം എന്നാണല്ലോ ഇവർ വാദിക്കുന്നത്. പണ്ട് ഇന്ത്യയിൽ മഹത്തായ സംസ്കാരമുണ്ടായിരുന്നത്രേ. പക്ഷേ അതിന്റെ ഫലങ്ങൾ നുകരാൻ അനുവാദമുണ്ടായിരുന്നത് 10% താഴെ വരുന്ന ബ്രാഹ്മണർക്കും അവരുടെ സേവകർക്കും മാത്രമായിരുന്നു. ബാക്കിയുള്ള ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും ആ സംസ്കാരം അന്ധകാരം നിറഞ്ഞതായിരുന്നു. ഈ പഴയ സംസ്കാരത്തിലേക്ക് തിരികെ പോകുന്നതിനുള്ള തറക്കല്ലിട്ട് കഴിഞ്ഞു. നമ്മൾ പോരാടണം. വിജയിക്കുമോ എന്നറിയില്ല. പക്ഷേ നമ്മൾ നമ്മുടെ ധർമ്മം ചെയ്യണം. നമ്മൾ നമ്മളാൽ കഴിയും വിധം പ്രവർത്തിക്കുമ്പോൾ ബാക്കി ചെയ്യേണ്ടവൻ ചെയ്തോളും. പ്രിയമുള്ളവരെ, സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ പോരാടുന്ന ക്രിസ്ത്യാനികളുടേതായ ഒരു പ്രസ്ഥാനം തുടങ്ങുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇതിൽ താൽപര്യം പ്രകടിപ്പിച്ചുകൊണ്ട് പല ക്രിസ്ത്യാനികളും രംഗത്ത് വന്നിട്ടുണ്ട്. നിരപരാധികളായ മുസ്ലിങ്ങളെ ദ്രോഹിക്കാൻ ഇവിടെ കുറെ ക്രിസ്ത്യൻ സംഘടനകൾ ഉണ്ട്, കാസ, ക്രോസ് തുടങ്ങിയവ. എന്നാൽ ഏറ്റവും അപകടകാരികളായിട്ടുള്ള സംഘപരിവാർ ശക്തികൾക്കെതിരെ പോരാടാൻ ഒരൊറ്റ ക്രിസ്ത്യൻ സംഘടന പോലും ഇല്ല. കാസ എന്ന സംഘടനയ്ക്ക് ബദലായി ഒരു സംഘടന ആരംഭിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഒരു പ്രസ്ഥാനം തുടങ്ങുവാനുള്ള പിന്തുണയ്ക്കായി ഞങ്ങൾ പലരെയും സമീപിച്ചു. പക്ഷേ അവരിൽ നിന്ന് വേണ്ട പിന്തുണ കിട്ടിയില്ല. ക്രിസ്സംഘികളെ സഹായിക്കാൻ പലരുമുണ്ട്, RSSും BJPയും ഒക്കെ. എന്നാൽ സത്യക്രിസ്ത്യാനികളെ സഹായിക്കാൻ ആരും ഇല്ലാത്ത അവസ്ഥ. ഈ വീഡിയോ കാണുന്ന സമ്പന്നരായ ഒരുപാട് ആളുകൾ ഉണ്ടാകാം. ഞങ്ങളെ സ്പോൺസർ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുവാൻ ആവശ്യമായ പണം ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ഇപ്പോൾ സ്വീകരിക്കുകയാണ്. താൽപ്പര്യമുള്ളവർക്ക് UPI ചെയ്യാം. സഹിഷ്ണുത എന്താണെന്ന് ലോകത്തെ പഠിപ്പിച്ച ഹിന്ദുമതവും, കാരുണ്യം എന്താണെന്ന് ലോകത്തെ പഠിപ്പിച്ച ഇസ്ലാം മതവും, സ്നേഹമെന്താണെന്ന് ലോകത്തെ പഠിപ്പിച്ച ക്രിസ്തുമതവും ഒരുമിച്ചു നിൽക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. തിന്മയ്ക്കെതിരെ നമുക്ക് കൈകോർക്കാം. ആത്യന്തിക വിജയം നന്മയ്ക്കുള്ളതാണ്.